ലേണിംഗ്. ശ്വേത മിസ്സാണേ. അപ്പോൾ മക്കളെ നമ്മുടെ പരീക്ഷയൊക്കെയാണല്ലേ വരുന്നത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ പേടിയുണ്ടോടാ? പുതിയ ടെക്സ്റ്റൊക്കെ ആയിട്ട് നമ്മൾ പുതിയ പുതിയ കാര്യങ്ങളാണല്ലേ പഠിക്കുന്നത്. അപ്പോൾ പരീക്ഷയ്ക്ക് ഓണപ്പരീക്ഷയ്ക്ക് എന്ത് ക്വസ്റ്റ്യനാണ് വരാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാനാണ് കേട്ടോ മിസ്സ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാടാ നമ്മുടെ ഇന്നത്തെ ചോദ്യം എന്ന് പറയുന്നത്. കുറേ ബോളുകൾ തന്നിട്ടുണ്ടല്ലേ. ഈ ബോളുകളിലിടാ 3 ബോളുകളെ ഒരു കൂട്ടിൻ്റെ ഉള്ളിലാക്കുക. 3 ബോളുകളെ കൂട്ടിൻ്റെ ഉള്ളിലാക്കുക. ഇതാ മിസ് ചെയ്യാൻ പോവാണേ. എല്ലാവരും ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ. ഇതാ 3 ബോളുകളെ മിസ് ഒരു കൂട്ടിൻ്റെ ഉള്ളിലാക്കാൻ പോവാണ്. മിസ്സും കൂട്ടിൻ്റെ ഉള്ളിലാക്കി 3 ബോളുകളെ. അങ്ങനെയാണെങ്കിലടാ ആ കൂട്ടിൻ്റെ അകത്ത് ഇപ്പം എത്ര ബോളുകളുണ്ട്? അതേ കൂട്ടിൻ്റെ അകത്ത് 1 2 3 ബോളുകളാണല്ലേ കൂട്ടിൻ്റെ അകത്തുള്ളേ. അപ്പോൾ അകത്ത് 3 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ കൂട്ടിൻ്റെ പുറത്ത് എത്ര ബോളുകളാണ്? മക്കളെല്ലാവരും എണ്ണിക്കേ മിസ്സിൻ്റെ കൂടെ ഇടാ. 1 2 3 4 5 6 7 ബോളുകളാണല്ലേ. യെസ്, കൂട്ടിൻ്റെ പുറത്ത് 7 ബോളുകളാണ്. അതുപോലെ ഇതാ അടുത്തത് നമുക്ക് കുറച്ച് മുയലുകളുണ്ട്. ആ മുയലുകളിൽ 5 പേരെ കൂട്ടിൻ്റെ ഉള്ളിലാക്കണം. എത്ര പേരെയാണെടാ? 5 പേര്. 1 2 3 4 5. മിസ് കൂട്ടിൻ്റെ ഉള്ളിലാക്കാൻ പോവാണേ. ഈ 5 പേരെ 5 പേരിടാടാ മിസ് കൂട്ടിൻ്റെ ഉള്ളിലാക്കി. അങ്ങനെയാണെങ്കിൽ കൂട്ടിൻ്റെ അകത്ത് ഇപ്പം എത്ര പേരുണ്ട്? യെസ്, 5 പേര്. നമ്മൾ ഓൾറെഡി എണ്ണിക്കഴിഞ്ഞല്ലേ 5 പേരാണെന്നുള്ളത്. അപ്പോൾ കൂട്ടിൻ്റെ പുറത്ത് എത്ര പേരുണ്ടടാ? നമുക്ക് എണ്ണിയാലോ. 1 2 3 4 5. 5 പേരാണ് കൂട്ടിൻ്റെ പുറത്തുള്ളതല്ലേ. യെസ്, 5 പേരാണ്. ഇനി അവസാനമായിട്ട് കുറച്ച് പൂമ്പാറ്റകളാണുള്ളത്. അപ്പോൾ ഈ പൂമ്പാറ്റകളിൽ മിസ് ഇതാ 2 പേരെ കൂട്ടിൻ്റെ ഉള്ളിലിടാൻ പോവാണ്. വട്ടത്തിലുള്ളൊരു കൂട്ടിലാണ് ഇടുന്നത്. 2 പേര്. അപ്പം അകത്ത് എത്രയായിടാ? അകത്ത് 2 പേരുണ്ടല്ലേ. പുറത്തോ? മക്കൾ എണ്ണിക്കേടാ പുറത്ത് എത്ര പേരാണെന്ന്. 1 2 3 4 5 6 7 8. അതായത് 8 എണ്ണം. 8 എണ്ണാണല്ലേ ഉള്ളത്. 1 2 3 4 5 6 7 8. 8 എണ്ണാണല്ലേ. യെസ് ഡിയേഴ്സ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമ്മളിനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അതുവരേക്കിടാ. ബൈ.